ഈ നിരോധിക്കപ്പെട്ട സംഘടന എപ്പോഴും വേഷപ്പകർച്ചയോടുകൂടി പുതിയ രൂപത്തിൽ ആവിർഭവിക്കാറുണ്ട്. മുൻകാലങ്ങളിലും നമുക്കറിയാം, പോപ്പുലർ ഫ്രണ്ടിനും ഒക്കെ മുൻകാലങ്ങളിൽ വേറൊരു തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനമാണ് ഏറ്റവും ശക്തമായത്. അതിനുശേഷവും ഇപ്പോഴും സംഭവങ്ങൾ അവിടെവിടെയായിട്ട് വേറെ തരത്തിൽ തലപൊക്കുന്നുണ്ട്. അങ്ങനെയല്ലേ അറിയാൻ കഴിയുന്നത്? അതെ, തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. ഈ പോപ്പുലർ ഫ്രണ്ടിനോടൊപ്പം, പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധിച്ചതിനോടൊപ്പം മറ്റു പല അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച പല സംഘടനകളെയും കേന്ദ്ര സർക്കാർ നിരോധിച്ചു. ഉദാഹരണത്തിന് അവരുടെ വിദ്യാർത്ഥി വിഭാഗമായ ക്യാമ്പസ് ഫ്രണ്ട്, വനിതാ വിഭാഗമായ വിമൻസ് ഫ്രണ്ട്, അതുപോലെ അവർക്കൊരു മനുഷ്യാവകാശ സംഘടന ഉണ്ടായിരുന്നു, NCHRO, നാഷണൽ കോൺഫെഡറേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്നാണ് ആ സംഘടനയുടെ പേര്. അതിനെയും നിരോധിച്ചു. അതിന്റെ പേരിൽ വലിയ തോതിൽ വിദേശത്തുനിന്ന് ഫണ്ടൊക്കെ വന്നിരുന്നു. അവർ വഴിയാണ് ഈ വിദേശ ഫണ്ട് ഇവരെ വരുത്തിയിരുന്നതും അത് മറ്റ് വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നതും. എന്ന് മാത്രമല്ല, എവിടെയെങ്കിലും ചെറിയൊരു സംഭവം ഉണ്ടായി ഇവരെ ഈ പോപ്പുലർ ഫ്രണ്ടുകാര് കുഴപ്പം കാണിച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ വലിയ തോതിൽ ഇരവാദവുമായിട്ട് രംഗത്ത് വരും ഇവര്. അതായത് മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്നേ, വിശ്വാസികളെ സർക്കാർ ഭരണകൂട ഭീകരതയാണ്, സർക്കാർ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് വിശ്വാസികളെ അടിച്ചമർത്തുന്നു, അങ്ങനെ നിരവധി മനുഷ്യാവകാശം ലംഘിക്കുന്നു, ഇവിടെ ആർക്കും ഒരു പ്രതിഷേധവും ഉയർത്താൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ നമുക്കറിയാം, പശുവിന്റെ പേരിൽ ഉത്തരേന്ത്യയിൽ മുസ്ലിങ്ങളെ തല്ലിക്കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ തോതിൽ കലാപം പോലും ഉണ്ടാക്കുന്ന തരത്തിലുള്ള വാർത്തകളും പ്രവർത്തനങ്ങളുമാണ് ഇവരൊക്കെ നടത്തിയിരുന്നത്. അതിൽ ഈ NCHROയ്ക്ക് വലിയ റോൾ ഉണ്ടായിരുന്നു, ഈ നാഷണൽ കോൺഫെഡറേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ്. അതിനെ നിരോധിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോ അവര് പുതിയൊരു രൂപത്തിൽ വരാൻ തയ്യാറെടുക്കുകയാണ്. ഇന്ന് അതിന്റെ ഒരു സമ്മേളനം കോഴിക്കോട് നടത്തുകയാണ്. അതായത് ഈ NCHRO എന്നുള്ള പേര് മാറ്റിയിട്ട് നാഷണൽ കോൺഫെഡറേഷൻ ഫോർ ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് റൈറ്റ്സ്, NCHDR എന്ന പേരിൽ അവർ പുതിയ സംഘടന ഇന്ന് പ്രവർത്തനം ആരംഭിക്കും. ഇന്ന് അതിന്റെ തുടക്കം, ഒരു മീറ്റിംഗ്, ഒരു യോഗം കോഴിക്കോട് നടത്തുകയാണ്. വാസ്തവം പറഞ്ഞാൽ ഈ യോഗത്തിന് എല്ലാ പിന്തുണയും കൊടുത്ത് ഇത് രൂപീകരിക്കാൻ വേണ്ടുന്ന എല്ലാ സഹായവും ചെയ്തത് ജമാഅത്ത് ഇസ്ലാമിയാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമായ SIO ആണ് ഈ വിദ്യാർത്ഥി ഭവനം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഈ പരിപാടി ആസൂത്രണം ചെയ്തത്. കാരണം ഇവർക്ക് പഴയ NCHROയുടെ നേതാക്കൾക്ക് നേരിട്ട് അങ്ങനെ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. ഇതിൽ പലരും ഇപ്പോൾ തിഹാർ ജയിലിലാണ്. പക്ഷെ അല്ലാതെയുള്ള രണ്ടാം നിര, മൂന്നാം നിര നേതാക്കൾക്കൊക്കെ പെട്ടെന്ന് നേരിട്ട് പൊതുജന സമൂഹത്തിലേക്ക് വന്ന് എന്തെങ്കിലും ഒരു ശബ്ദ കോലാഹലം ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിച്ച് ജമാഅത്ത് ഇസ്ലാമി വഴിയാണ് അവരിത് ഓപ്പറേറ്റ് ചെയ്തത്. അങ്ങനെ അവരുടെ വിദ്യാർത്ഥി വിഭാഗമായ SIO, സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ, അവര് ഈ പരിപാടി ആസൂത്രണം ചെയ്ത് ഇവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തു. പക്ഷേ അവിടെയും ഇവിടെയും ഒക്കെ ചില മുറുമുറുപ്പുകൾ ഉയരുകയും വിഷയം ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തപ്പോൾ പോലീസും മറ്റ് ഏജൻസികളും വളരെ ജാഗ്രതയോടെ ഇത് പരിശോധിക്കാനും നിരീക്ഷിക്കാനും തുടങ്ങിയപ്പോൾ അവർ ഈ വിദ്യാർത്ഥി ഭവനത്തിൽ നിന്ന് ഈ പരിപാടി മാറ്റി. എന്നിട്ട് കോഴിക്കോട് തന്നെയുള്ള ഇൻഡോർ സ്റ്റേഡിയം ഹാളിലേക്ക് ഇത് മാറ്റിയിരിക്കുകയാണ് ഈ പരിപാടി. അതായത് അവർക്കറിയാം ഭാവിയിൽ നടപടി നേരിടേണ്ടി വരും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് SIO ഇതിൽ നിന്ന് ഈ വിദ്യാർത്ഥി ഭവനത്തിൽ നടക്കേണ്ട പരിപാടിയെ മാറ്റി ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് ആക്കിയത്. അപ്പൊ ഇപ്പോ നമ്മൾ ലഭിക്കുന്ന വിവരം വെച്ച് ഈ വിളയോടി ശിവൻകുട്ടി എന്നൊരു നേതാവ് ഉണ്ടായിരുന്നു. നേരത്തെ ഈ പറയുന്ന പല ഈ അർബൻ നക്സൽ, അതുപോലെ മാവോയിസ്റ്റ്, അങ്ങനെയൊക്കെ ഉള്ള സംഘടനകളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നയാളാണ്. നേരത്തെയും അദ്ദേഹം ചില ഉത്തരവാദിത്വങ്ങൾ വഹിച്ചിരുന്നു. നമ്മുടെ ഗ്രോ വാസ്തുവിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അതുപോലെയുള്ള ആൾക്കാരാണ് അവര്. അതിൽ ഈ വിളയോടി ശിവൻകുട്ടി അടക്കം ഉള്ള നേതാക്കൾ ഇതിൽ പങ്കെടുക്കും എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം നൽകുന്ന മുന്നറിയിപ്പ്. ഈ പോപ്പുലർ ഫ്രണ്ട് തന്നെ നമുക്കറിയാവുന്നതാണ്. നിരോധിച്ചതിന് ശേഷവും NIA ഇതിനകത്ത് തുടരന്വേഷണം നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് വേണ്ട തരത്തിൽ ശക്തി പ്രാപിക്കാത്തത്. ഈ UPAയുടെ ഭരണകാലത്തും ഇതുപോലെ ഈ തീവ്രവാദ സംഘടനയെ വളരെ ശക്തമായ എതിർപ്പുണ്ടായപ്പോൾ നിരോധിച്ചു. പക്ഷെ അവർ തുടരന്വേഷണം നടത്തിയില്ല. എന്നുവെച്ചാൽ ഇവർ വീണ്ടും തലപൊക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അത് നടത്താത്തത് കൊണ്ട് എന്ത് ചെയ്തു? വേറെ പല രൂപത്തില്
ഇവര് വരികയുണ്ട്. എപ്പോഴും ഈ നിരോധിക്കപ്പെടുന്ന സംഘടനകള് പേരും വേഷവും രൂപവും ഒക്കെ മാറി പുതിയ രൂപത്തിൽ വരും. കാരണം ഇവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് രാഷ്ട്രീയ പാർട്ടികളുണ്ട്. കേരളത്തിലെ 2 മുന്നണികളും LDF-ഉം UDF-ഉം പ്രബലമായ മുന്നണികളാണ്. ഇവരെ വേണ്ട തരത്തിൽ സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവരുടെ വോട്ട് ബാങ്കാണ്. എത്ര സംരക്ഷിച്ചാലും കേന്ദ്രം ഭരിക്കുന്നത് വേറെ ആൾക്കാരാണ്. അത് ഇപ്പോഴാണ് ഉണ്ടായത്. മുൻകാലങ്ങളിൽ ഇവരെ സംരക്ഷിച്ചു നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇപ്പൊ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോൾ തന്നെ എന്താണ് പറഞ്ഞത്? ജനാധിപത്യ ധ്വംസനമാണ് എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർ ഇറങ്ങിയവരെയാണ്. അത് മോദിയുടെ മോദിയുടെ ഭരണകൂട ഭീകരതയാണെന്നൊക്കെ പറഞ്ഞത്. അതുകൊണ്ടല്ലേ ഒറ്റ രാത്രി കൊണ്ടല്ലേ വന്ന് തപ്പിയെടുത്തുകൊണ്ട് പോയത്. ഇവിടുത്തെ കേരള പോലീസ് അറിഞ്ഞോ? ഇല്ല. വന്ന ഫ്ലൈറ്റിൽ തന്നെ ഉടൻ തന്നെ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ കൽത്തുറുങ്ങിനോടി കിടക്കുന്ന ഇവർ സൂര്യപ്രകാശം കണ്ടിട്ട് എത്ര നാളായി? ഇനിയും ഉണ്ട്, താഴെത്തട്ടില്ലേ. ഇപ്പൊ MEG-7 തന്നെ എന്താണ് ഉണ്ടായത്? അതെ, ഇതൊക്കെ വേറെ അതിന്റെ ഓരോരോ പോഷക സംഘടനകളാണ്. ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളുണ്ട്. കേവലം 1 വർഷം കൊണ്ടാണ് 1000 യൂണിറ്റുകൾ MEG-7 ആയത്. 1000-ലധികം യൂണിറ്റ് പറഞ്ഞത്. ഇത് പുറത്തു കൊണ്ടുവന്നത് ഒരു സാധാരണക്കാരനൊന്നും അല്ല, CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ് കൊണ്ടുവന്നത്, മോഹനൻ മാസ്റ്റർ. നമ്മളിത് ഈ വിഷയം മാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പക്ഷേ ഈ NCHRO പേരും രൂപവും മാറി NCHDR ആയി അവതരിക്കുന്നത് സത്യത്തിൽ അധികം ആരും അറിഞ്ഞിട്ടില്ല. മാധ്യമങ്ങൾ പോലും ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അവർക്കൊന്നും ലഭിച്ചിട്ടില്ല. നമുക്ക് വളരെ കൃത്യമായിട്ട് രഹസ്യാന്വേഷണ വിഭാഗം ഉൾപ്പെടെയുള്ളവരുമായിട്ട് നമ്മൾ സംസാരിച്ച് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ ഈ വിവരങ്ങൾ പ്രേക്ഷകരോട് പങ്കുവെക്കുന്നത്. ഇത് ഒരു വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. ഇവർ വളരെ കൃത്യമായിട്ട് ഇവരുടെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. അതായത് അർബൻ നക്സലുകള്, മാവോയിസ്റ്റുകള്, അതുപോലെ ഈ ഭീകര സംഘടനകൾ, ഇസ്ലാമിക ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകൾ, അവരുടെ സ്ലീപ്പർ സെല്ലുകൾ, ഇവരെ എല്ലാവരെയും ഏകോപിപ്പിക്കുക എന്ന് മാത്രമല്ല അടുത്ത വരുന്ന 4 വർഷം കൊണ്ട് വളരെ കൃത്യമായിട്ട് തമിഴ്നാട്, കേരളം, കർണാടക, ആന്ധ്ര തെലുങ്കാന തുടങ്ങിയ 5 സംസ്ഥാനങ്ങളിൽ, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വളരെ കൃത്യമായി പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുക. നമുക്കറിയാം, കട്ടിംഗ് സൗത്ത് എന്ന് പറഞ്ഞൊരു പരിപാടി നടന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഈ ദക്ഷിണ ഭാരതത്തെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തി ഒരു പുതിയ രാജ്യം ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമാണ് അതെന്നുള്ളത് ഇന്നിപ്പോ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്തായാലും ഇവര് ഈ ഉദ്ദേശിച്ചിരിക്കുന്നത് അടുത്ത പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രത്യക്ഷമായും പരോക്ഷമായും നിരവധി പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുക, കേന്ദ്ര സർക്കാരിനെതിരെ, കേന്ദ്ര സർക്കാരിന്റെ നയപരിപാടികൾക്കെതിരെ, വികസന പ്രവർത്തനങ്ങൾക്കെതിരെ ഒക്കെ വലിയ തോതിൽ, അതായത് ആഭ്യന്തര കലാപത്തിലേക്കും രാജ്യത്തെ അസ്ഥിരതയിലേക്കും നയിക്കുക എന്ന ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അവർ വളരെ കൃത്യമായിട്ട് കണക്കുകൂട്ടി അടിത്തറയിട്ട് പദ്ധതി തയ്യാറാക്കിയാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുന്ന അവർക്ക് ലക്ഷ്യം വളരെ കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്തെ ശിഥിലീകരിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഇത്രയും വിവരങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മളെ ഇന്റലിജൻസ് വിഭാഗങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. കോഴിക്കോടും ഒക്കെയാണ് ഇതിന്റെ ഒരു ചില, ആലപ്പുഴ ഒക്കെയാണ് ഇതിന്റെ ചില പ്രധാന കേന്ദ്രങ്ങൾ. ആലപ്പുഴയിൽ നിന്നാണല്ലോ മറ്റേ പഴയ മുദ്രാവാക്യം തന്നെ ഉയർന്നത് അവിടെ നിന്നല്ലേ. പിന്നീട് കോഴിക്കോടും ഒക്കെ ശക്തി പ്രകടനമൊക്കെ നടത്തിയതാണ്. അത് ഈ ആലപ്പുഴയിൽ തന്നെ സംഭവം അവലും മലരും കുന്തിരിക്കവും അപ്പോൾ തന്നെ കോടതി ഇടപെട്ടതാണല്ലോ. അവരെ എത്ര പേരെ അറസ്റ്റ് ചെയ്തു? അറസ്റ്റ് ചെയ്തത് എത്ര കാലം കഴിഞ്ഞിട്ടാണ്? കോടതി ഇടപെട്ടപ്പോൾ പോലും ഇവിടുത്തെ ഭരണകൂടം അവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ സാറേ കാര്യം വോട്ട് ബാങ്കാണ്. അത് വളരെ വ്യക്തമല്ലേ. അതിപ്പോ നമുക്കറിയാലോ, പ്രതിപക്ഷത്തിരിക്കുന്ന UDF നേതാക്കൾ പോലും പറയുന്നത് എന്താണ്? പോപ്പുലർ ഫ്രണ്ടിന്റെ വോട്ട് കിട്ടിയാലും ഞങ്ങൾ വാങ്ങും. ഇപ്പോ പാലക്കാട് മത്സരം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് UDF വിജയിച്ചപ്പോൾ, കോൺഗ്രസ് വിജയിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി മുദ്രാവാക്യം വിളിച്ച് ആദ്യം രംഗത്ത് വന്നത് ആരാണ്? SDPയും വെൽഫെയർ പാർട്ടിയുമാണ്. അതിനെ പേരിന് എതിർക്കുന്നു എന്നുള്ള നാട്യം മാത്രമേ LDF-നും ഉള്ളൂ, CPM-നും ഉള്ളൂ. 2 കൂട്ടർക്കും ഇവരുടെ വോട്ട് വേണം. അതിനെന്തൊക്കെ സമ്മർദ്ദം അവർ ചെലുത്താമോ അതെല്ലാം ചെലുത്തും. അല്ലാതെ രാജ്യത്തിന്റെ സുരക്ഷയും രാജ്യ താല്പര്യവും വികസനവും ഒന്നുമല്ല അവരുടെ പ്രശ്നം.
അവർക്ക് അധികാരം വേണം. ആ അധികാരം കൊണ്ട് അഴിമതി നടത്തി പണം സമ്പാദിക്കുക, ആ പണം ഉപയോഗിച്ച് ഏത് വിധേനയും അധികാരം നിലനിർത്തുക. ഇതാണ് നമ്മുടെ നാട്ടിൽ പൊതുവെ രാഷ്ട്രീയ പാർട്ടികളിൽ കണ്ടുവരുന്നത്. അതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല UDF, LDF. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, വളരെ കൃത്യമായിട്ട് രാജ്യത്ത് അന്വേഷണ ഏജൻസികൾ വളരെ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് ഇത്തരം പിത്തലാട്ടങ്ങളൊന്നും നടക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഇവരെല്ലാവരും പിടിവീഴും. എന്തായാലും NCHDR-ന്റെ പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി ജാഗ്രതയോടെ നമ്മുടെ ഏജൻസികൾ നിരീക്ഷിക്കുന്നുണ്ട്. അവർ എന്തെങ്കിലും തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തിയാൽ കൃത്യമായിട്ടും അതിന് മറുപടി പറയേണ്ടി വരും എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ.